ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് യു കഴുത്ത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതായത് നമ്മൾ പുറത്തൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് യു കഴുത്ത്, നമ്മൾ ഓരോ കഴുത്തും നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് യു കഴുത്ത് എങ്ങനെ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്ക്വയർ കഴുത്ത് എങ്ങനെ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ വി കഴുത്ത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ പല കഴുത്തുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഒരുപാട് അടിയിലേക്ക് പോയിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വീണ്ടും സെർച്ച് ചെയ്തെടുക്കാനൊരു മടി. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കഴുത്ത് ഈ ഒരു കഴുത്ത് ചെയ്യുമോ, ഈ ഒരു കഴുത്ത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് നല്ല നീറ്റായിട്ടുള്ള ഒരു യു കഴുത്ത് നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് കഴുത്ത് വെട്ടുക എന്നുള്ളതും അത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തുണി മടക്കി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ചുരിദാറൊക്കെ നമ്മൾ തയ്ക്കുന്ന നേരത്ത് നമുക്ക് അപ്പോൾ കഴുത്ത് വെട്ടിയിട്ട് നമ്മൾ കാണിക്കും. ഇപ്പം നമുക്കങ്ങനെ ചുരിദാറിൻ്റെ അടിക്കാൻ ഓർഡർ കാര്യങ്ങളും ഇപ്പം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു തുണിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴുത്തിൻ്റെ വട്ടം, അതായത് മിക്ക ആളുകളും കഴുത്തിൻ്റെ വട്ടം എടുക്കാറ് 3ആണ്. കാരണം 3-ൽ കൂടുതലൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും തടിയുള്ള ആളുകളൊക്കെയാണ് 3-നേക്കാൾ കൂടുതൽ എടുക്കുക. അപ്പം ഞാൻ എപ്പോഴും എടുക്കുന്ന അളവാണ് 3. അപ്പം നിങ്ങൾ ചുരിദാർ ഒരാൾക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഒരു 3 ഒരു വീതിയാണ് നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പോൾ ഈ ഒരു 3-ൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇറക്കം നമുക്ക് വരുന്നത്, അതായത് നമ്മളെപ്പോലുള്ള ആളുകൾ ഒക്കെയാണ് ഒരു 20 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഒരു 5-5.5 ഒക്കെയാണ് എടുക്കുക. 21 വയസ്സ് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളവരൊക്കെയാണ് ഒരു 6-6.5 ആ ഒരു നീളം ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ നീളം എടുക്കുന്നത് ഒരു 5 ഞാൻ നീളം എടുക്കുന്നത്. കണ്ട, ഇവിടെ നമ്മളൊരു ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ സ്കെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ 2 കുത്തിട്ടതിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര നമ്മൾ വരച്ച് കൊടുക്കുക. കണ്ട, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. നമ്മളിതുപോലെ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കഴുത്തിൻ്റെ ഒരു വട്ടം നമ്മൾ, അതായത് ഈ ഒരു കോർണറിൽ നമ്മൾ ഇതുപോലൊരു യു കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം, ഇതുപോലൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ബെറ്ററായിട്ട് ചെയ്യാം. ഇതില്ലാത്തവർക്ക് ഇതിപ്പോൾ വരക്കാൻ പറ്റൂലേ എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോഴും കുഴപ്പമില്ല, നമുക്ക് വല്ല ചോറും പാത്രത്തിൻ്റെ വല്ല മൂടി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ അറ്റവും നമ്മൾ വരച്ചേണ്ട അറ്റവും ഒരുപോലെ, അതുപോലെ തന്നെ ഇതും ഈ വരച്ച അറ്റവും നമ്മൾ ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിങ്ങനെ വരച്ചെടുക്കാൻ. കണ്ട, അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. കണ്ട, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇത് നമ്മൾ ഈ വരച്ചയിൽ കൂടെ നമ്മൾ വെട്ടിയെടുക്കുക. ഈ വരച്ചയിൽ കൂടെ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഇത്രയും വരച്ച കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വരച്ച കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇതിൽ കൂടെ നമ്മൾ വെട്ടി എടുക്കുക. ഞാൻ വെട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് അതിൽ കൂടെ തന്നെ ഇങ്ങനെ കൊടുന്നിട്ട് നമ്മൾ അതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഞാനിത് മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക്
കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കഴുത്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കഴുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പീസ് വേണം. അതായത് നമുക്ക് നമ്മുടെ കഴുത്തിനേക്കാൾ, അതായത് യു കഴുത്ത് വെട്ടിയതിനേക്കാൾ ഈ ഒരു സൈഡിൽ ഒരു 3 ഇഞ്ച്, അതുപോലെ തന്നെ താഴെ ഇവിടുന്ന് അങ്ങോട്ടൊരു 3 ഇഞ്ച്, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച്, ആ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് നമുക്ക് എക്സ്ട്രാ വേണം. അതായത് ഇതിനോട് മാച്ചായിട്ടുള്ള ഒരു പീസ് തന്നെ വേണം. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടണതാണ്. അപ്പോൾ നമ്മളൊരാൾക്കൊരു ചുരിദാർ വെട്ടാൻ, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്, ഇതുപോലെ കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുരിദാറിന് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അതിൽ ബാലൻസ് വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതൊരു സ്ക്വയർ പോലത്തെ ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ ഈ ഒരു കഴുത്ത് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് അടിക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്ത് വേണമെന്നറിയാം. അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടി, ഇനി ഇതുപോലെ നമ്മളൊരു പീസ് എടുക്കുക. ഇതുപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം. നല്ല വശം ആണ് ഇത്, ഇതിൻ്റെ ചീത്ത വശം ആണ് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കുക. അതായത് 2 മടക്ക് അടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കുക, ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കുക, ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കുക, ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ 3 ഭാഗം നമ്മൾ നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെട്ടി വെച്ച കഴുത്തുണ്ടല്ലോ, അത് ഇതിപ്പോൾ നമ്മൾ അടിച്ചിട്ട് കൊടുന്ന് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ 4 വശം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിൽ നമ്മുടെ കഴുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെ രണ്ടും സെയിം ആവണം. അതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സെയിം ആക്കി വെച്ചതിന് ശേഷം, അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് തുണി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ അടി പൊന്തിച്ച് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് തുണി ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് തുണി, അത്യാവശ്യം തുണി എല്ലാ സൈഡിലും നമുക്ക് വേണം. കാരണം നമ്മൾ തീരെ തുണിയില്ലാത്ത പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. എല്ലാ ഭാഗവും നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ബോൾ പിന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോൾ പിന്ന് ഇവിടെയൊക്കെ നമ്മൾ കുത്തി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ബോൾ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണേ. 1/4 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ആ ഭാഗത്ത് കൂടെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ഇതുകൊണ്ട് വരച്ച് കൊടുക്കുക. കണ്ട, അതിന് കൂടാൻ നിൽക്കണ്ട. ഒരു 1/4 ഇഞ്ചിൽ കൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു 1/4 ഇഞ്ചിൽ കൂടെ വേണം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, പല ആളുകളും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ മേലെ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ 1/4 ഇഞ്ച് ഒരു വലുപ്പത്തിൽ നമ്മൾ വരച്ചു കൊടുത്ത് അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണമെന്നറിയാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട്, അതായത് ഈ ഒരു തുണി ഇതാ വരുന്നത്, ഇതിങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ വേണം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നേരത്ത് നമ്മുടെ ഇതുണ്ടല്ലോ, അതായത് കൈ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ തുണി ഉണ്ടല്ലോ, ഈ തുണിൻ്റെ അടുത്ത് കൂടെ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ
മുകളിൽ കൊള്ളാണ്ട് കണ്ട, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്കത് മറിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ ഒരിക്കലും കൊള്ളരുത്. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, കണ്ട, മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ഭാഗം ഇനി നമ്മൾ എന്ത് വേണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് മറിക്കുമല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് മറിക്കുമ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ പതിച്ച് അടിച്ചു കൊടുക്കുക. പതിച്ചടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെട്ടിയ ഭാഗം ചിലപ്പോൾ ഒന്ന് ഇങ്ങണ്ടും ഒന്ന് ഇങ്ങണ്ടും ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പതിച്ചടിക്കണ നേരത്ത് ഇത് മൊത്തം ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക. അതേപോലെ എല്ലാ വശവും നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക. മനസ്സിലായോ? ആ വെട്ടിട്ട ഭാഗം അങ്ങണ്ടും ഇങ്ങണ്ടും ആയിട്ട് വരരുത്. അപ്പം എല്ലാ ഭാഗവും വരുന്ന രീതിയിൽ വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു വെട്ടിട്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുമ്മൽ കൂടെ പതിച്ച് അടിച്ചു കൊടുക്കുക. അത് ഈ അറ്റം വരെ ശ്രദ്ധിക്കണം, ഒന്നും ഇങ്ങണ്ടും ഒന്നും അങ്ങണ്ടും ആയി പോവരുത്. ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പതിച്ചടിച്ച് വന്നിട്ട് കാണിച്ചു തരാം. വന്നിട്ട് തന്നെ അടിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് അടിക്കുക. അപ്പം അങ്ങനെയാണ്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നേരത്ത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതുപോലെ വലിച്ചു പിടിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് മറിഞ്ഞ് കിട്ടും ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്താണ് ഒരു വെറുതെ പറയാവുന്നതല്ല, കാരണം അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുത്ത് മറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് മറിഞ്ഞ് കിട്ടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ പെട്ടെന്ന് മറിയുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ കഴുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് പതിച്ചടിച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ കഴുത്ത് എത്ര നല്ല പെർഫെക്റ്റോട് കൂടെയാണ് നമ്മുടെ കഴുത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഫോളോ ചെയ്ത് നോക്ക്. നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് നല്ല കഴുത്ത് നിങ്ങൾക്ക് വെട്ടിയെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കഴുത്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ ടിപ്സുകൾ ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഭാഗം മനസ്സിലാവാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. നമ്മളൊരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കാരണം കട്ടിംഗ് മാസ്റ്ററാണ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട്